യാതൊരു പരിചയവും ഇല്ലാത്ത ആളുകളെ, അതായത് ഒരു കൊല്ലം പോയതായാലും പോലീസ് കാക്കിയിട്ട് 1 മാസം ട്രെയിനിങ് കൊടുത്ത് കുറെ DYFIക്കാരെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ആണെന്ന് പോലീസാണെന്ന് വിട്ട പോലീസാവുമോ? അവർക്ക് നല്ല വിവരമുണ്ടോ? നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഏത് ഭരണം നിലവിലിരുന്നാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് എപ്പോഴും LDFന് അനുകൂലമായിരിക്കും. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മുഴുവൻ ഇടങ്ങളിൽ LDF വന്നാലും നിയമസഭയിലേക്ക് അല്പം കഴിഞ്ഞ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് UDFന് അനുകൂലമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പോലും എപ്പോഴും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം LDFന് അങ്ങ് എഴുതി കൊടുത്തിരിക്കുന്ന രീതിയിലാണ്. പക്ഷേ അതിനൊക്കെ ഇപ്പോൾ മാറ്റം സംഭവിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ 7.5 കൊല്ലമായിട്ട് കേരളത്തിലെ ജനങ്ങൾ കാരണഭൂതനെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുഴുവൻ അമർഷവും ഇപ്പോൾ ഒരു 33 ഇടങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് വലിയ മുന്നേറ്റമുണ്ടായി. ആം ആദ്മി പാർട്ടിയും സീറ്റ് പിടിച്ചു, LDF വളരെ താഴേക്ക് പോയി. അപ്പോൾ അടിത്തറയായ ഗ്രാമപ്രദേശങ്ങളിലാണ് ഇപ്പോൾ LDFന് ക്ഷീണം സംഭവിച്ചിരിക്കുന്നത്, CPMന് ക്ഷീണം സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിന് മുന്നോടിയായിട്ട് അടിത്തറ, CPMൻ്റെ അടിത്തറ തകരുന്നു എന്നുള്ളതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലൊരു മുന്നേറ്റമായിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് PC ജോർജ് ഞങ്ങളുടെ പ്രതിനിധി അഭിലാഷിന് നൽകിയ ടെലിഫോൺ അഭിമുഖത്തിൽ പറയുകയുണ്ടായി. ഹലോ സാർ, ഇപ്പൊ ഇന്നലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു. അതിൽ 33 എടുത്ത റിസൾട്ടിൽ 17 എടുത്ത് UDF സീറ്റ് പിടിച്ചു, 10 എടുത്ത് LDF, BJP 4 എടുത്ത് വിജയിച്ചു. ചില സ്ഥലങ്ങളിൽ BJP 2ാം സ്ഥാനം പിടിച്ചു. അതുപോലെ പ്രധാന ഒരു സീറ്റാണ് തിരുവനന്തപുരം അരുവിക്കരയിലെ CPMന്റെ സിറ്റിംഗ് സീറ്റ് BJP തിരിച്ചു പിടിക്കുകയാണ് വൻ ഭൂരിപക്ഷത്തിൽ. എന്റെ ചോദ്യം ഇതാണ്, ഗ്രാമങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്. ഈ നഗരത്തെക്കാട്ടിലും കൂടുതൽ നാട്ടുകാരാണ് ഈ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്. അപ്പം നവകേരള സദസ്സ് നടക്കുകയാണ് ഇപ്പം. അപ്പൊ LDFന്റെ അടിത്തറ ഇളകിയിരിക്കുകയല്ലേ ഈ റിസൾട്ട് നമ്മളെ കാണിക്കുന്നത്? യാതൊരു സംശയമില്ല, LDFന് അടിത്തറ ഇളകി എന്നത് ഇളകി തകർന്നു എന്നതിന് തെളിവാണ് ഈ ബൈ ഇലക്ഷൻ റിസൾട്ട്. അത് മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, ഈ എല്ലാ സ്ഥാനങ്ങളിലും വോട്ടിന്റെ കണക്കിനൊപ്പം ദയനീയമായ പരാജയത്തിലേക്കാണ് CPM പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിന്റെ സങ്കടം. അതായത് CPMിലിരുന്ന് സീറ്റ് BJP പിടിച്ചെന്ന് തീർന്നില്ല. അത് തന്നെയല്ല, CPMന്റെ സ്ഥാനാർത്ഥി കിട്ടിയ വോട്ടിന്റെ കണക്ക് നോക്കണം, അപ്പോഴും മനസ്സിലാവും വളരെ ദയനീയമായ സ്ഥിതിയിലേക്ക് പോവുക. ഈ പിണറായി വിജയന്റെ ഈ നവകേരള സദസ്സും പറഞ്ഞുള്ള നുണയും പറഞ്ഞ് നാട് മുഴുവൻ പെറുക്കി നശിപ്പിച്ച് അത് ജനങ്ങളെ മുഴുവൻ എതിരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ പോലും ഈ യാത്രയെ അനുഭവിക്കുന്നില്ല. ഒരു കാര്യമില്ലാതെ എന്തിനു പോകുന്നു നിങ്ങളെ കുറ്റം പറയാൻ പോലും ആർക്കും പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ എയർ കണ്ടീഷൻ ബസ്സിനകത്ത് കയറി ഇരിക്കുന്നത് 150 വണ്ടി പുറകെ കൂട്ടത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ എന്തൊരു മര്യാദയാണ്. അതിനകത്ത് ഈ മന്ത്രിമാർ 20 ഇരിപ്പുണ്ട് ബസ്സിനകത്ത്. ഇവന്മാർ എന്തിനാണ് അവിടെ പോയി ഇരിക്കുന്നത്? അവന്മാരെ ഒന്ന് ചിന്തിക്കണ്ടേ? എന്ത് കാര്യം? ശബരിമല സീസണാണ്. ഈ യാത്രയ്ക്ക് പ്രോഗ്രാമിട്ടപ്പം ഈ പിണറായി ചിന്തിക്കണ്ടേ, ഇത് ശബരിമല സീസണാണ്. ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തന്മാര് മുഴുവൻ യാത്ര ചെയ്ത് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് അവർക്ക് അവസരം കൊടുക്കുന്നതിന് പകരം അത് എങ്ങനെ തകർക്കാൻ നോക്കുന്ന മാനസികമാണ്. പിന്നെ എന്ത് ചെയ്യും? ഞാൻ ദൈവവിശ്വാസിയല്ല, അതുകൊണ്ട് നിങ്ങളും ദൈവവിശ്വാസി ആകാൻ പാടില്ല എന്ന് പറയാമോ? ഓരോരുത്തർ വിശ്വാസമൊക്കെ അവരുടെ സൗകര്യമാണ്. അതിനകത്ത് എന്തിനാ മുഖ്യമന്ത്രി ഇത്ര മോശമായി ഇടാൻ പോകുന്നത്? അവരുടെ തകർത്തിൽ ശബരിമലയിലും മറ്റും. ഒന്നാമത് ശബരിമല 11 മണിക്കൂറും മറ്റും കാത്തു നിന്ന് അയ്യപ്പനെ ദർശനം കിട്ടേണ്ട സാഹചര്യം എത്ര ക്രൂരത അയ്യപ്പ ഭക്തന്മാർ കാണിക്കുന്നത്. ലോകത്ത് തന്നെ ഇത്രയും വലിയ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമില്ല. മനസ്സിലായില്ലേ? വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇതിൽ കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഭക്തന്മാർ ഇവിടെ വരുന്നത്. അങ്ങനെ വരുന്ന ഭക്തന്മാരോട് മര്യാദയ്ക്ക് പെരുമാറാൻ പഠിപ്പിക്കണ്ടേ?
പോലീസിന്റെ നല്ല പെരുമാറ്റം അഭിമാനകരമായിരുന്നു. ഇത്തവണ ഏത് തലത്തിൽ ഏറ്റവും വിവരം കെട്ടവരെ തന്നെ പോലീസ്, യാതൊരു പരിചയവും ഇല്ലാത്ത ആളുകളെ, അതായത് ഒരു കൊല്ലം പോയാലും പോലീസ് കാക്കിയിട്ട് 1 മാസത്തിൽ ട്രെയിനിങ് കൊടുത്ത് കുറെ ഡിവൈഎഫ്ഐക്കാരെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ആണെന്ന് പോലീസാണെന്ന് വിട്ട പോലീസാവുമോ? അവർക്ക് നല്ല വിവരമുണ്ടോ? ശബരിമലയെ പറ്റി ഏറ്റവും പരിഭാവന കണക്കാക്കപ്പെടാതെ അവരെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു സങ്കടകരമായ കാര്യമാണ്. ഞാൻ പറഞ്ഞത് സർവ്വ മേഖലയും തകർന്നു. എങ്ങനെ പിന്നെ വോട്ട് ചെയ്യും? വോട്ട് ചെയ്യാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് ഇവർ കോട്ടയെ പറ്റിയെന്ന് പറയുന്നത്. അതായത് യാതൊരു കാരണം വെച്ചാൽ ഇത് തകർക്കുക, ഈ ഗവൺമെന്റിന് തിരിച്ചറിയണം. വൈരാഗ്യപത്തോടെ മനുഷ്യർ വോട്ട് ചെയ്യായിരുന്നു. ഇവിടെ ആനക്കല്ല് കഴിഞ്ഞ LDF ജയിച്ചത് അത് UDF പിടിച്ചിട്ടുണ്ട്. ഭയങ്കര ഭൂരിപക്ഷമാണ് പിടിച്ചിരിക്കുന്നത്. അതായിരുന്നു ഊട്ടിയിലെ LDFന്റെ സീറ്റായിരുന്നു. അതും UDF തിരിച്ചു പിടിച്ചുകൊണ്ടുപോയി. ഞാൻ ഈരാറ്റോട്ട് STP, അവന്റെ STPയുടെ മേഖലയാണ്. പിന്നെ മുസ്ലിങ്ങളിൽ കുറെ ഒരു പറ്റം വർഗീയ ഭ്രാന്തന്മാരുണ്ടല്ലോ, അതിന് കുറ്റം പറയാൻ പറ്റില്ല, അവർ തന്നെ ഇരിക്കുന്നു. ഒന്ന് ആലോചിച്ച് ഇങ്ങനെയൊക്കെ നിലയുണ്ടാകുക എന്ന് പറയുന്നത് ഇത് എവിടെ പോയി നിൽക്കും ആലോചിച്ചാൽ മതി. എന്റെ മറ്റൊരു ചോദ്യം ചോദിക്കാണ്. കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ഇലക്ഷനാണ്. കേരളത്തിൽ ഇലക്ഷൻ നടത്തുമ്പോൾ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഒരു പോരാണ് നടത്തുന്നത്. പക്ഷെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ കോൺഗ്രസ് BJP എന്നൊരു പോരായിരിക്കും, കമ്മ്യൂണിസ്റ്റ് നിലംപതിക്കുകയല്ലേ ഇപ്പം? അതന്നെ വരാൻ പോകുന്നത് എന്താ വെച്ചാൽ കോൺഗ്രസും തകരുക. കോൺഗ്രസ് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ LDF UDF മാത്രമുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ്, LDF UDF എന്ന നിലയിൽ വരുന്നതുകൊണ്ടാണ് കോൺഗ്രസ് കുറെ സീറ്റ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ വരാൻ പോകുന്നത് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത് ലോകത്തോടോ ഇതില്ല സ്ഥാപനം. അത് തീരും. അത് തീരുന്നതോടൊപ്പം വരുന്നത് എന്താ വെച്ചാൽ ഇപ്പോ ഉള്ള ഒരു സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നത്, അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും BJP വലിയ മുന്നേറ്റം നടത്തും. ഏത് നിഷ്പക്ഷമതിയും ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഏത് നിഷ്പക്ഷമതിയും മോദി പ്രധാനമന്ത്രിയാകണം എന്നുള്ള അഭിപ്രായക്കാരാണെന്നുള്ള യാതൊരു സംശയം വേണ്ട. മോദി പ്രധാനമന്ത്രിയാകണം എന്ന് പറയുമ്പോൾ മോദിക്ക് അനുകൂലമായ വോട്ടെന്ന് പറയാതെ BJPക്ക് അനുകൂലമായി. യാതൊരു സംശയം വേണ്ട. അടുത്ത ഏത് ഇലക്ഷൻ എവിടെ വന്നാലും ഇനി മോദിക്ക് അനുകൂലമായ സ്ഥിതിയായിരിക്കും ജനങ്ങളിൽ ഉണ്ടാകുന്നത്. കേരളത്തിൽ അതുണ്ടാവും. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത്തവണ യാതൊരു സംശയമില്ല, 6 സീറ്റ് വരെ BJPക്ക് കിട്ടുമെന്നാണ് BJP വൃത്തങ്ങളിലുള്ള ചിന്ത. ഞാൻ അവകാശപ്പെടുന്നില്ല. എന്റെ കണക്കിൽ എന്ത് കാണിച്ചാലും BJP പാർലമെന്റിൽ അക്കൗണ്ട് തുറക്കും. ആ അക്കൗണ്ട് തുറക്കുന്ന പറഞ്ഞതിന്റെ അർത്ഥം BJPയിൽ കുത്തൊഴുക്ക്, ജനങ്ങളെ ഒഴുക്ക് BJPയിൽ ഉണ്ടാവും. അടുത്ത അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ BJP വൈസസ് ആരെന്നുള്ളത് ഇപ്പൊ പറയാൻ പറ്റുക. അതാ കോൺഗ്രസ് വരാൻ സാധ്യതയുണ്ട്, CPM ഉണ്ടാകില്ല. അതുകൊണ്ട് എന്താണ് വരാൻ പോകുന്നത്? കമ്മ്യൂണിസ്റ്റും കമ്മ്യൂണിസ്റ്റും ഒന്നാണല്ലോ. ഓൾ ഇന്ത്യയിലെ ഒരു മുന്നണിയല്ലേ അവര്. പിന്നെ എന്താണ് ഇവിടെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നത്? ഇവർ ഒരുമിച്ച് വെച്ചാൽ പോലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ ചേർന്നൊരു സെറ്റപ്പ് ഉണ്ടാക്കി അവരായിരിക്കും BJP ആയിട്ട് മത്സരം എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവും ഞാൻ കരുതുക. അല്ല, ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒറ്റക്കെട്ടായിട്ട് BJP തകർത്താൻ അവർ ശ്രമിക്കില്ലേ? അങ്ങനെയാണല്ലോ ഇതിനു മുമ്പ് നടന്നിരിക്കുന്നത്. BJP വളരെ സമ്മതിക്കാനായിരുന്നു. LDF ഒരുമിച്ച് ഇപ്പം ഉദാഹരണമല്ല, മലബാറുള്ള സീറ്റില് BJP കഴിഞ്ഞ ജയിക്കും എന്ന് കണ്ടപ്പം എന്ത് ചെയ്ത് വോട്ട് വേണ്ടി മുസ്ലിം ലീഗിന് കൊടുത്തു. മുസ്ലിം ലീഗിന്റെ വോട്ട് CPM കൊടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് എടുക്കില്ലായിരുന്നു. ഇനി അതുണ്ടാകണ്ട. അവർ ഒന്നിച്ച് രണ്ടും കൂടെ നിലനിൽപ്പിന് വേണ്ടി അവർ ഒന്നിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു നിമിഷം വേണ്ട. അങ്ങനെ വന്നോട്ടെ. എന്നിട്ട് BJP ആയിട്ട് പറഞ്ഞേ ഡയറക്റ്റ് ഫൈറ്റ് വേണ്ട, നമുക്ക് നോക്കാം, ഞാൻ അവിടെ നിൽക്കുന്നു. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഒരു നിമിഷം വേണ്ട. ഓക്കെ സാർ, താങ്ക്സ്.